ഹലോ ഗായ്സ്, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ്. അതായത് നിങ്ങൾക്ക് എല്ലാം അറിയാൻ പോകുന്ന ബേസിക്കലി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് പറയുന്നത് ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാം, ഏത് മീഡിയം പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഇതിലൊക്കെ നോക്കുമ്പോൾ കുറേ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. അതായത് ഇൻഫ്ലുവൻസർ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്തിട്ട് കഴിഞ്ഞാൽ അത് കാണാൻ കുറേ ആളുകൾ വരുന്നു. അവർക്ക് ഒരു പോയിന്റ് കഴിയുമ്പോൾ നമ്മളെ ഫോളോ ചെയ്യുന്നു. പിന്നെ നമ്മളുടെ അടുത്ത് അവർക്കൊരു പ്രത്യേക ഇഷ്ടം തോന്നുന്നു. നമ്മളൊരു പ്രൊഡക്റ്റോ കാര്യങ്ങളോ കാണിച്ചു കഴിഞ്ഞാൽ അവർക്കത് വിശ്വസിച്ച് നമ്മളെ വിശ്വസിച്ച് മേടിക്കുന്നു. അങ്ങനെ ഒരു ഇൻഫ്ലുവൻസർ ആയിട്ട് വന്നു വെച്ചാൽ ഇൻഫ്ലുവൻസർ മീൻസ് ഒരാളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ എന്നാണ് ഞാൻ എൻ്റെ ഒരു ഐഡിയയിൽ പറയുന്നത്. അപ്പൊ അങ്ങനെ കുറെ ആൾക്കാർ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും അതിലും ഇതിലും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതിന്റെ ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് അല്ലെങ്കിൽ ഇതിന്റെ ഒരു ബാക്ക് ഓഫ് ദി എൻഡ് ഓഫ് ദി ഇതിന്റെ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് ഇങ്ങനെ കുറെ ആളുകളുണ്ട്. ഇപ്പൊ ഞാനും വീഡിയോ ചെയ്യുന്ന ആളാണ്, ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ചെയ്യാറുണ്ട്, അപ്പൊ ഞാൻ യൂട്യൂബിൽ അങ്ങനത്തെ വീഡിയോസ് ഒക്കെ ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞ് പലരും ഈ ഒരു ഫീൽഡിലേക്ക് കടന്നു വരുമ്പോൾ പലരുടെയും വിചാരം എന്ന് വെച്ചാൽ ഇതൊക്കെ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണെന്നും, ഇത് ഇന്ന് ചെയ്തു കഴിഞ്ഞാൽ നാളെ പൈസ ഉണ്ടാക്കും, എനിക്ക് അത് വാങ്ങാം ഇത് വാങ്ങാം, എനിക്ക് കാറ് വീട്. അപ്പൊ നമ്മളിത് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ കാറും വീടും വാങ്ങാൻ വേണ്ടി അല്ല ആരും ഇതൊക്കെ ചെയ്യണം. അങ്ങനെ കുറച്ച് പേരുണ്ടായിരിക്കും, ഞാൻ എല്ലാവരെയും അടിച്ചാക്ഷേപിക്കണമെന്നല്ല, കുറെ പേര് അങ്ങനെ ഉണ്ട്, കുറെ പേരല്ലെന്ന് ഞാൻ പറയണം. അതിന്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ പേർക്ക് ഇതൊക്കെ എന്ന് പറയുക പാഷനാണ്. അത് ചെയ്തു തുടങ്ങിയതിന്റെ ഒരു സന്തോഷത്തിൽ അവർ ചെയ്യുന്നു. അപ്പൊ ഞാനൊക്കെ എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാം ആദ്യമായിട്ട് എൻ്റെ ഒരു സ്റ്റോറി പറഞ്ഞ ഇൻസ്റ്റാഗ്രാം ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ ഞാനൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് പഠിച്ചപ്പോഴാണ്. അന്ന് ഞാനിത് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഏകദേശം എനിക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിഞ്ഞൂടാ. അറ്റ്ലീസ്റ്റ് ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ പോലും എനിക്ക് അറിഞ്ഞൂടാ. ആ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറയാത്ത ഒരാള് അവിടുന്ന് സ്വന്തമായിട്ട് വീഡിയോസ് ചെയ്ത് ഇന്ന് ഏകദേശം 5+ വീഡിയോസ് 5 മില്യണിൽ എത്രയായി. പിന്നെ അത്യാവശ്യം വ്യൂ ഒക്കെ വരണുണ്ട്, അത്യാവശ്യം എനിക്ക് വ്യൂസ് ഒക്കെ ഉണ്ട്. ഞാൻ പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ലൈഫിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ചെയ്യാൻ പറ്റും. സോഷ്യൽ മീഡിയ എന്നൊന്നുമില്ല, ഇൻസ്റ്റാഗ്രാം എന്ത് കൺസിസ്റ്റൻസി ഉണ്ടെന്ന് ചെയ്യാൻ പറ്റും. ആ കൺസിസ്റ്റൻസി നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നതാണ്. അങ്ങനെയാണ് എല്ലാവരും ഇൻസ്റ്റാഗ്രാം ചെയ്യണം അത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി തിരിക്കുന്നത്. പക്ഷെ പലരും പാതി വെച്ച് കളഞ്ഞിട്ട് പോകുന്നത്. ഇതിന്റെ ഏറ്റവും ഒരു നൈറ്റ് മെയർ ഉണ്ട്. ഈ ഇൻസ്റ്റാഗ്രാമിന്റെ ഒക്കെ ഏറ്റവും നൈറ്റ് മെയർ എന്ന് പറഞ്ഞാൽ ഇതിൽ കുറച്ച് ടീമുകളുണ്ട്. അതായത് നമ്മൾ കഷ്ടപ്പെട്ടൊരു വീഡിയോ ചെയ്യണം, അല്ലെ ഓരോരുത്തരുടെ വീഡിയോ ചെയ്യണം, അപ്പൊ അതിന്റെ അടിയിൽ കമന്റ് ചെയ്യാൻ വേണ്ടി മാത്രം പറഞ്ഞ കുറച്ച് ടീമുകളുണ്ട്. അപ്പൊ ഞാൻ സംഭവം എന്ന് വെച്ചാൽ നല്ല വീഡിയോസിൽ ഞാനും നല്ലതെന്ന് പറയും, ചീത്തയെന്നും പറയാം. പക്ഷെ നമ്മൾ പറയുന്ന രീതിയാണ് വ്യത്യാസം. ഇന്ന് സോഷ്യൽ മീഡിയയിൽ എവിടെ നോക്കിക്കഴിഞ്ഞാൽ പലരും സത്യം ഹറാസ് ചെയ്യുക, ന്യൂഡിറ്റി പറയുക, അബ്യൂസ് ചെയ്യുക, ഇതൊക്കെയാണ് അവരുടെ മെയിൻ തൊഴിൽ. കാരണം ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, എനിക്കിപ്പോൾ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടില്ല, അല്ലെ ഒരു വീഡിയോ ഒന്നുമില്ല, ഒരു വ്യക്തിയോട് സംസാരിക്കുകയാണെങ്കിലും അവൻ പറഞ്ഞ ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഓബ്വിയസ്ലി അവൻ്റെ അടുത്ത് പറയടാ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ അത് മോശമായി പോയി. പറയാനായിട്ട് നല്ല രീതിയിൽ സംസാരിക്കാൻ ഇഷ്ടം പോലെ വാക്കുകൾ മലയാളത്തിലുണ്ട്. പക്ഷെ എന്നാലും പല പെൺകുട്ടികളുടെയും അല്ലാതെയും വീഡിയോന്റെ അടിയിൽ പോയിട്ടുള്ള കമന്റ് കണ്ട് സത്യം പറഞ്ഞ വെറുത്തു. അങ്ങനെ കമന്റ് ഇടാൻ പറഞ്ഞ കുറെ അവന്മാരുണ്ട്. ബേസിക്കലി അങ്ങനെ കുറെ അണ്ണന്മാരൊക്കെ ഉണ്ട്. ഇപ്പൊ ഞാൻ വീഡിയോ ചെയ്യുന്നു വെച്ചാൽ ഈ വീഡിയോയുടെ അടിയിൽ കമന്റ് ചെയ്യാൻ കുറെ അണ്ണന്മാർ വരും. നീ അങ്ങനല്ലേ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞ് മോശമായി പോളാം, നീ എന്തിങ്ങനെ പറഞ്ഞ ആണും പെണ്ണെന്ന് ഞാൻ പറഞ്ഞാൽ അങ്ങ് ഡിഫറൻഷിയേറ്റ് സംസാരിക്കാറില്ല, എല്ലാം ഞാൻ ഒരുപോലെയാണ് സംസാരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ കുറെ ആൾക്കാർ ഇപ്പോഴും നമ്മുടെ ഇടയിൽ ഉണ്ടെന്നുള്ളത് സത്യാവസ്ഥയാണ്. കാരണം വീഡിയോ ചെയ്താലും ഇങ്ങനെ വന്ന് കുറെ കൊണയടിക്കും, അല്ലെങ്കിലും വന്ന് പറയും. കാരണം ഇതിന്റെ ഒരു സംഭവം എന്ന് പറയുന്നത് എല്ലാവർക്കും ഇത് രസമാണ്. കാരണം ഒരാളെ വിഷമിപ്പിക്കുക, അല്ലെങ്കിൽ ഒരാളെ കുറിച്ച് അനാവശ്യം പറയുക, അല്ല അവൻ ചെയ്ത തെറ്റാണെന്ന് പറയുക, അവന്റെ തെറ്റിന്റെ മേളിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുണ്ടാക്കുക, കംപ്ലീറ്റ്ലി അവനെ നശിപ്പിക്കുക, അതിലൂടെ കിട്ടുന്ന ഒരു സന്തോഷം. അതാണ് ഇന്ന് സോഷ്യൽ മീഡിയ നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ ഒരു ഏറ്റവും വലിയ ഡ്രോബാക്ക് സോഷ്യൽ മീഡിയ എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് പറയുന്നത് ഈ പറഞ്ഞ വീഡിയോസൊക്കെ എല്ലാവരും ചെയ്യും. അപ്പം കൂടുതൽ ആൾക്കാർ കണ്ടാണ് ഈ പെൺകുട്ടികളൊക്കെ ചെയ്യുന്ന വീഡിയോസ് മാത്രം, 2 ഡാൻസ് കളിച്ചാൽ അല്ലെങ്കിൽ ചിരിച്ചു കാണിച്ചാൽ ഉടനെ അത് മില്യൻ ആവുന്നു എന്നൊക്കെ. നിങ്ങൾ മനസ്സിലാക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ നീ നല്ല രീതിയിൽ കഴിവുള്ളവനാണ്, നീ വീഡിയോ ചെയ്ത് ആ വീഡിയോ ക്ലിക്ക് ആവും. അതിനുശേഷം നിനക്ക് ചിലപ്പോൾ കുറെ ടൈം എടുക്കുമായിരിക്കും. ടൈം എടുക്കണം. ആ ടൈം അതായത് നീ ഇപ്പൊ ഒരു 500 ഫോളോവറിനെ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലാണ് എവിടെ 500 ഫോളോവറിനെ പൈസ കൊടുത്തുണ്ടാക്കണതും 500 പേരെ നീ ഇഷ്ടപ്പെട്ട് കൂടെ വരണതും നമുക്ക് ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. ആ ഡിഫറൻസ് മേക്കൗട്ട് ചെയ്യുന്നിടത്തോളം കാലം അതിനൊന്നും ഒരു കുറവൊന്നുമില്ല. നമുക്ക് കയ്യിലുള്ള നമ്മുടെ ടാലന്റ് ആണ്, ആ ടാലന്റ് നമ്മൾ ഷോക്കേസ് ചെയ്യാൻ പറ്റിയ പ്ലാറ്റ്ഫോം ഒബ്വിയസ് സോഷ്യൽ മീഡിയയാണ്. അതിന്ന് പലരും ഉപയോഗിക്കണില്ല. അതായത് ഇപ്പൊ എൻ്റെ അടുത്ത് ആരും ഞാൻ ആദ്യം എല്ലായിടത്തും പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾ എന്തെങ്കിലും ലൈഫിൽ ചെയ്യണം എന്ന് വെച്ചോ അത് ഡോക്യുമെന്റ് ചെയ്യണം. ഒരു ജിമ്മിൽ പോകുന്നു, അല്ലെ പഠിക്കാൻ പോകണം, അല്ലെ നിനക്ക് എന്തെങ്കിലും കഴിവുണ്ട്, നിനക്കൊരു യൂട്യൂബ് ഒന്നും വേണ്ട, ഒരു ക്യാമറ ഉണ്ടാക്കി അതിന് ഇഷ്ടമുള്ള പറ, മാന്യോടെ സംസാരിച്ചാൽ മതി, നിനക്ക് അറിയാവുന്ന ഐഡിയയിൽ സംസാരിച്ചാൽ മതി. അപ്പൊ അത് ഞാനിപ്പോൾ നിങ്ങൾ സംസാരിക്കണല്ലേ, അത് അത്രേ ഉള്ളൂ. ഒരു മാന്യമായിട്ട് നല്ല രീതിയിൽ നിങ്ങൾക്ക് ഒരു കാര്യം ഡോക്യുമെന്റ് ചെയ്യാൻ പറ്റും, അത് മതി. വ്യൂസും അതൊക്കെ രണ്ടാമതാണ്.
അല്ല നിനക്ക് സംസാരിക്കാൻ പറ്റണോ, നിനക്ക് അറിയാവുന്ന കാര്യങ്ങൾ 10 പേർക്ക് പറഞ്ഞു കൊടുക്കണുണ്ട്, എനിക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാം. ഇത് തന്നെയാണ് ഈ ഒരു സംഭവത്തിൽ പറഞ്ഞത്. ഇപ്പൊ ഈ ഞാൻ പറയുന്ന പല കാര്യങ്ങളും എന്റെ പോയിന്റ് ഓഫ് വ്യൂലായിരിക്കും. ഇതിന്റെ അടി വന്നിട്ട് നീ അത് എഡിറ്റ് വേണം, ഇത് വേണം, നീ ചെയ്യണ വീട് ഇതില്ല അതില്ല എന്നൊക്കെ പറയാൻ വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കാം. കാരണം കമന്റ് സെക്ഷൻ ഓണാക്കി വെച്ച് ഇഷ്ടമുള്ളതൊക്കെ പറയാം. ഞാൻ എന്റെ പോയിന്റ് ഓഫ് വ്യൂ സംസാരിക്കുള്ളൂ. വേറെ അടുത്ത് വന്ന് എടുത്ത് പറഞ്ഞാൽ ഞാൻ കേൾക്കേണ്ട കാര്യമില്ല. എന്റെ ഒരു കാഴ്ചപ്പാടിൽ ഇപ്പൊ എനിക്കൊരു കാര്യം പറഞ്ഞാൽ എനിക്കിപ്പം ക്യാമറ ഓണാക്കി സംസാരിക്കാം, എനിക്കൊരു കാര്യം ഷെയർ ചെയ്യാം. അതിൽ വലിയ എഡിറ്റ് ഒന്നും ഞാൻ കൊണ്ടുവരേണ്ട കാര്യമില്ല. കാണുന്നവർ കാണും, രണ്ടുപേരും രണ്ടാലും മതി, എനിക്കിപ്പോൾ അതിലൊന്നും കിട്ടാനില്ല. പക്ഷെ കൺസിഡർ ചെയ്താൽ മതി. ഞാൻ പഠിച്ച നീ ഒരു കാര്യം കൺസിഡർ ചെയ്ത് നോക്ക്, ആരായിരുന്നാലും ചെയ്താൽ അതിന് റിസൾട്ട് എപ്പോഴാണ് ഉണ്ടാവും. പക്ഷെ അത് ചെയ്യാനാണ് ആൾക്കാർക്ക് മടി. ആൾക്കാർക്കെല്ലാം തുടങ്ങി വെക്കാൻ എളുപ്പമാണ്, പക്ഷെ അത് കംപ്ലീറ്റ് ചെയ്യാനാണ് ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്. ആരും കംപ്ലീറ്റ് ചെയ്യില്ല ഒന്നും. തുടങ്ങി വെക്കാനുള്ള ഒരു ആവേശമൊന്നും തീർക്കാനൊന്നും ആരെയും കാണാറില്ല. അതാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് ആയിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന് പറയുന്ന കുറെ ആളുകൾ, നല്ലത് ആൾക്കാരുണ്ട്. അത്യാവശ്യം ഈ ഗെയിമൊക്കെ പ്രൊമോട്ട് ചെയ്യുക, അല്ല ആവശ്യമുള്ള പ്രൊഡക്റ്റുകൾ വാങ്ങിച്ച് അവർക്ക് തന്നെ മനസ്സിലായത് ഒന്നിനും കൊള്ളു എന്നിട്ടും പ്രൊമോട്ട് ചെയ്യുക. പൈസയ്ക്ക് വേണ്ടി മാത്രം സോഷ്യൽ മീഡിയ ഇറങ്ങി തിരിക്കല്. ഇപ്പൊ പൈസയ്ക്ക് ചിലപ്പോൾ നീ 5 വീഡിയോ ചെയ്തിട്ട് 6ാമതൊരു പ്രൊമോഷൻ ചെയ്യുന്ന പറഞ്ഞാൽ നിനക്ക് പൈസ കിട്ടും. പക്ഷെ അതൊരു നല്ലതാ ചീത്തയാന്ന് പറയാൻ നാളെ എത്ര ആൾക്കാർ നമ്മളെ വിശ്വസിച്ചൊരു കാര്യം ചെയ്യാൻ. അപ്പൊ അങ്ങനെ കുറെ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്, ഇല്ലെന്നല്ല. അപ്പൊ അവരിലൊന്ന് പോയി ചാടല്, അങ്ങനത്തെ ഒരാളായിട്ട് മാറില്ല. അല്ലാതെ നല്ല രീതിയിൽ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നീ എന്നും എക്സിസ്റ്റ് ചെയ്യും. ഈ സിൻസിയാരിറ്റി കൊണ്ട് എത്ര കാലം കഞ്ഞി കുടിക്കാൻ പറ്റും എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞൂടാ. അത് നമ്മുടെ നാട്ടിലോ ഇവിടെ ഒന്നും നടക്കൂല. അങ്ങനെ ആൾക്കാരുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു, ടു ബി വെരി ഫ്രാങ്ക് ആണ് സംസാരിക്കുന്നത്. അങ്ങനെ ഭയങ്കര സിൻസിയറായിട്ട് ലൈഫിൽ നിന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നും ലൈഫിൽ നേടാനില്ല. പക്ഷെ നമ്മൾ ആരെ പറ്റിക്കാനും പാടില്ല. ആരെ പറ്റിച്ചുണ്ടാക്കണം 5 രൂപ പോലും നിലനിൽക്കൂല. പക്ഷെ നമ്മൾ അത് നമ്മുടെ ഒരു യുക്തിക്ക് അനുസരിച്ച് ചെയ്യാവുന്ന കാര്യമാണ്. അല്ല ഇപ്പൊ ഞാൻ സിൻസിയർ ആവുക എന്ന് പറഞ്ഞ് നിങ്ങൾ സിൻസിയർ ആവാനോ അല്ലെന്ന് പറഞ്ഞ് അല്ലാതാവാനോ ഒന്നും പറ്റില്ല. അപ്പം എന്റെ യുക്തിക്ക് പോകാനേ ഞാൻ ചെയ്യുള്ളൂ. ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും ടേക്ക് ഫോർവേഡ് ചെയ്യണം. ഇപ്പൊ ഞാൻ തന്നെ ഇപ്പൊ എന്റെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു പോഡ്കാസ്റ്റ് പോലെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതായത് ഈ പറഞ്ഞ പോഡ് ക്ലിക്സ് എന്ന് പറഞ്ഞാൽ ഇതിൽ എനിക്ക് എന്താണ് തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ ആൾക്കാരോട് ഷെയർ ചെയ്യുക. അപ്പൊ അത് ഇപ്പം ഞാൻ ചെയ്യുന്നപ്പോൾ എനിക്ക് ഇപ്പൊ സോഷ്യൽ മീഡിയ ലൈഫ് അങ്ങനെ പല കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ആൾക്കാർ ഷെയർ ചെയ്യുക. അപ്പൊ അവർക്ക് അതിന് എന്തെങ്കിലും ഇൻപുട്ട് കിട്ടണമെങ്കിൽ അത്രത്തോളം ആയില്ലേ. ആ ഒരു പെർസ്പെക്റ്റീവിലാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് ഇപ്പം ഇങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളും ഇഷ്ടപ്പെടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അതിൽ വീഡിയോസ് ഒക്കെ നമ്മൾ ചെയ്യാൻ പറ്റും. അപ്പൊ ബേസിക്കലി എൻ്റെ അണ്ടർസ്റ്റാൻഡിങ് സോഷ്യൽ മീഡിയ എന്ന് വെച്ചാൽ ഇങ്ങനെയാണ്. അത് ഇൻസ്റ്റാഗ്രാം അല്ല എന്തായിരുന്നാലും നിങ്ങൾക്ക് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇറങ്ങി ചെയ്യണം. ഒരു വീഡിയോ ആദ്യമായിട്ട് ചെയ്യുന്ന ആരും കാണൂല, 2ാമത് വീഡിയോ ആരും കാണൂല. ചെയ്തുകൊണ്ടിരിക്കും, 30ാം ദിവസം കാണും. അതെനിക്ക് നല്ല ഉറപ്പുള്ള കാര്യമാണ്. നിങ്ങളെ നല്ല ഒരു സംഭവമാണ്, നല്ല ത്രെഡുള്ള സാധനമാണ് നിങ്ങൾ ചെയ്യണമെങ്കിൽ അത് ഡോക്യുമെന്റ് ചെയ്യും. ഡെയിലി ആർക്ക് കാണാൻ പറ്റാത്ത കാര്യം ഡോക്യുമെന്റ് ചെയ്യും. അതായത് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ കുറെ ഇങ്ങനെ റെഫർ ചെയ്തപ്പോൾ എനിക്ക് ഒരു ഇൻസ്റ്റാഗ്രാം ചാനലുണ്ട്. ഈ പേരെ ഒന്നുമില്ല, ഓർമ്മയില്ല. അതിലൊരു പയ്യൻ അവന്റെ ഡേ 1 ബ്രേക്കപ്പ് എന്ന് പറഞ്ഞാൽ ചുമ്മാ എഴുന്നേറ്റങ്ങ് ഇരിക്കും. ഡേ 1, 2, 3, 4 അങ്ങനെ 30 ഡേയ്സ് വിട്ടപ്പം എനിക്ക് 300K എന്തോനുണ്ട്. അവൻ കീപ്പ് ഓൺ ഡോക്യുമെന്റിങ് ആണ്. അപ്പൊ അതിൽ നിന്ന് എത്ര റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ചുമ്മാ വീഡിയോസ് ഇട്ട് വെക്കാം, ഒരു പ്രൊഫൈൽ ഉണ്ടാക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാം. ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന ജോലി എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ആ ഒരു ജോലി നിങ്ങൾക്ക് ആൾക്കാർ പറഞ്ഞ് മനസ്സിലായി. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പം നിങ്ങളൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പറാണ്. ഈ ഡെവലപ്പിംഗ് കോഴ്സ് പഠിക്കാൻ പൈസ ഇല്ലാത്ത കുറെ പിള്ളേരാണ്. അവർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി ഞാൻ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പഠിച്ച് എനിക്കറിയാം, ഇത് നിങ്ങൾ ചെയ്യുന്നത് നോക്കുന്നത് പറഞ്ഞു കൊടുത്തൂടെ. പിന്നെ ഇത് അതിപ്പോ ചിലപ്പോൾ ഇത് ഇപ്പം ചെയ്ത് ചിലപ്പോൾ വർഷങ്ങളെടുക്കും. ചിലതങ്ങനെയാണ്. ഇത് എനിക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. വൈറാലിറ്റി എന്ന് പറഞ്ഞ സാധനം ഇപ്പൊ യൂട്യൂബിലാണ് എവിടെയാണ് ഇത് ഇന്ന് വൈറലാണ് എനിക്കൊരിക്കലും പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് ഞാൻ ഇപ്പൊ പ്രൊഡിക്റ്റ് ചെയ്ത് ഞാൻ കുറെ ടൈപ്പ് ഒക്കെ ട്രൈ ചെയ്തുകൊണ്ടാണ് ഞാൻ നിങ്ങൾ പറഞ്ഞത്. പലരും നമ്മളെ പറ്റിക്കും. ഇന്ന ടൈമിൽ പോസ്റ്റ് ചെയ്താൽ കൊള്ളാം, അന്ന ടൈമിൽ പോസ്റ്റ് ചെയ്താൽ കൊള്ളാം, ഇന്നത് കൊള്ളാം എന്നൊക്കെ ചുമ്മാതെയാണ് പറയണത്. നിങ്ങൾ എപ്പോൾ വീഡിയോ ഇടും, നിങ്ങളെ കണ്ടന്റ് നല്ലതാണെങ്കിൽ അത് എപ്പോഴാണെങ്കിൽ ക്ലിക്ക് ആവും. പക്ഷെ കുറച്ച് ടൈം എടുക്കുന്നവരുണ്ട്, ടൈം എടുക്കാത്തവരുണ്ട്, ഇന്നുള്ളത് അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ ചെയ്യാനുള്ളൊരു മനസ്സ് മാത്രം കാണിച്ച് ഇതൊക്കെ ഈസിയായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. അല്ല ഇത് വലിയ കാര്യമല്ലെന്നുള്ള അത് എത്രത്തോളം എനിക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ അത് മനസ്സിലാക്കിക്കൊണ്ട് മാത്രം എക്സ്പീരിയൻസ് കൊണ്ട് പറയണം. ഈ ഒരു യൂട്യൂബിലോ ഇൻസ്റ്റാഗ്രാമിലോ നിങ്ങൾ ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എടുത്താലും അതിലൊരു കാര്യം ഇറങ്ങി ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ കാര്യമൊന്നുമല്ല. ഏതൊരാൾക്കും സാധാരണക്കാരന് പറ്റുന്ന കാര്യമാണ്. പക്ഷെ അത് ചെയ്യാനുള്ള മനസ്സില്ല, പേടി, ഇൻസെക്യൂരിറ്റി. അവനെന്തോ ഇതെന്തോ പറയുന്ന ഇൻസെക്യൂരിറ്റിയാണ് നമ്മൾ ചെയ്യാത്തത്. എത്രത്തോളം നമ്മുടെ ഇൻസെക്യൂരിറ്റി നമ്മുടെ കയ്യിലുണ്ട് അത്രത്തോളം നമ്മൾ ബാക്കൗട്ട് ആവും. ആ ഇൻസെക്യൂരിറ്റി ബ്രേക്ക് ചെയ്യണ ഏത് പോയിന്റ് ഉണ്ട്. നിങ്ങളത് നാട്ടുകാർ തന്നെ പറഞ്ഞാലോ വീട്ടുകാർ പറഞ്ഞാലോ ആര് പറഞ്ഞാൽ എനിക്കൊരു പുല്ലുമില്ല എന്നൊരു തോന്നൽ നിങ്ങൾ എന്ന് ക്രിയേറ്റ് ചെയ്യണം, അന്ന് നിങ്ങൾക്കും എന്ത് ചെയ്യാൻ പറ്റും, എന്തെങ്കിലുമൊക്കെ വന്നിരുന്ന് പറയാൻ പറ്റും.
സോ ഇന്നത്രേ ഉള്ളൂ. ബാക്കി നമുക്ക് നമ്മുടെ വീഡിയോസിൽ കാണാം. ഇങ്ങനെ അടുത്ത ഒരു പോഡ് ക്ലിക്സുമായിട്ട് നമുക്ക് കാണാം. ഓക്കെ, ബൈ.